മാന്യരായ മുഅ്മിനീങ്ങളെ, പലരും ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുൽ ഉലമ, ഈ ഉമ്മത്തിന്റെ അഗ്രേസരനായ നേതാവ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന, ശൈഖുന ശംസുൽ ഉലമയെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, അതേപോലെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇരിക്കുന്ന കസേരയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അനന്തരാവകാശിയായ ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുൽ ഉലമ നമ്മുടെ നാട്ടിലേക്ക് ഖാദിയായി നാം സ്വീകരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്വമുള്ള, ഏറ്റവും വലിയ അഭിമാനമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ ഖാദി തൗലിയത്ത് ചെയ്യപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നമുക്കൊക്കെയും വളരെയധികം സന്തോഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചിട്ടും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ചുറ്റുഭാഗത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് പലരും. ഖാദിയ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് അംഗീകരിച്ച ഖാദി മംഗലാപുരം ഖാദിയാണെന്നും, അതേപോലെ മംഗലാപുരം ഖാദിയുടെ സിഗ്നേച്ചർ ഇല്ല എന്നെങ്കിൽ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടൂല എന്നും പലരും ഔദ്യോഗികമായിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായിട്ടൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശൈഖുന കോട്ട ഉസ്താദ് മംഗലാപുരം ഖാദിയായിരുന്നു. അന്ന് ഗവൺമെന്റിന്റെ ത്വലാഖും മറ്റുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കോട്ട ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ പരസ്പരം മുഷാവറ ചെയ്യുമായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ശൈഖുന ഷഹീദ് CM ഉസ്താദ് മംഗലാപുരം ഖാദിയായി. അന്നും അതേപോലെ കൂടുതലൊന്നും അധികാരികൾ ബന്ധപ്പെട്ടിരുന്നില്ല, കാരണം എല്ലാം കോടതി കൈകാര്യം ചെയ്തിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ശൈഖുന തോക്ക ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, ദക്ഷിണ കന്നഡ ജില്ലയുടെ പല പ്രദേശങ്ങളിലും പല മഹല്ലുകളിലും ഖാദിയായി. അതേപോലെ ആ സമയത്തും അതേപോലെ കോടതിയും മുൻപത്തേതുപോലത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഖാദിയുമായിട്ട് സമാലോചന അഥവാ മുഷാവറ നടത്തുമായിരുന്നില്ല. ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഖാദി എന്നുള്ളത് ഇല്ല ഇന്ന്. കാരണം തിരുവള്ളി തലാഖൊക്കെ നിഷേധിച്ചതിന് ശേഷം അതെല്ലാം കോടതി ഇന്ന് സമ്പൂർണ്ണമായി ഫസ്ഖും അതേപോലെ ഹുൽഉം ത്വലാഖും അതേ രീതിയിൽ പിന്നെ മറ്റുള്ള സമ്പത്ത് ഓഹരി ഇതെല്ലാം ഇന്ന് കോടതി നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത് ആലിമ്യങ്ങളെ സമീപിക്കാനും അതേപോലെ ഖാദിയാർമാരെ സമീപിക്കാനൊന്നും കോടതി പറയുന്നില്ല. അതേപോലെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയത്തും ഇന്ന് പണ്ടത്തേതുപോലെയല്ല, പള്ളിക്കോ മദ്രസയിലേക്കോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയത്ത് ഖാദിയുടെ സിഗ്നേച്ചർ വേണം എന്നുള്ള കോളമൊന്നും ഇന്ന് കാണുന്നില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികളുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഖാദി അത് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. ഈ മുസ്ലിമിന്റെ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാനാണ്, ഈ മുസ്ലിമിന് ആത്മീയ ചൈതന്യം നൽകാനാണ്, മുസ്ലിമീങ്ങളുടെ സമസ്യകളെല്ലാം മതപരമായ രീതിയിൽ അത് പരിഹരിക്കാനാണ് ബഹുമാനപ്പെട്ട ഖാദി അവർകളെ നിയമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹവേളയിൽ നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അടക്കമുള്ള ആലിമീങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ.